സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം ആരാരോ തേടുന്നു അന്തിനിലാവൊളിയേ അമ്മാനം മാനത്തേ തേടുന്നു മുല്ലമുളങ്കുഴലിൽ പിന്നെയും ചാഞ്ചാടും ചെല്ലമഴത്തുള്ളിയേ മംഗളം മൊഴിഞ്ഞ മാത്രയിൽ നെഞ്ചിൽ ചാഞ്ഞുറങ്ങവേ പൂ പൊഴിഞ്ഞു വീണു പാട്ടുകൾ ആരാരോ തേടുന്നു അന്തിനിലാവൊളിയേ അമ്മാനം മാനത്തേ കനവ് പോലെ പുതു കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ നീ അവര് വരാൻ നിൽക്കാതെ പോവാണോ? പോവാ കൃഷ്ണച്ചി, നിന്ന വൈകില്ലേ. അത് മാത്രമല്ല, ആൾക്കാരൊക്കെ വരുമ്പോ ഒന്ന് ചിരിക്കാൻ പോലും എന്റെ മനസ്സ് ശരിയല്ല. എന്നാ ഞാനൊരു വണ്ടിക്ക് വിളിച്ചു പറയാം, അതിൽ പോയാ മതി. താങ്ക് യു. ദേ അവരെത്തി.
സംശയിക്കണ്ട, ചെറുക്കം വരുന്നതേ ഉള്ളൂ. എല്ലാവരും ഒരുമിച്ച് വരാനിരുന്നതാ. അപ്പോഴാ നമ്മുടെ ബ്രോക്കർക്ക് സ്റ്റേഷനിൽ തിരക്ക് പണി. ASI വന്ന് ചാർജ് ഏൽപ്പിച്ചിട്ട് വരാനിരിക്കുക. കൂട്ടിക്കൊണ്ടുവരും രഘുപതി. ആ ആ, പരിചയപ്പെടുത്താതെ ഇത്രയും സംസാരിച്ചതല്ലേ? ഞാൻ ആദിത്യവർമ്മ, രഘുപതിയുടെ ഏട്ടനാ. അതെനിക്ക് തോന്നിയിരുന്നു. ഭാര്യയും മോളും അല്ലേ? ആ അതെ, പക്ഷേ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഇതെന്റെ മോള് മാത്രമല്ല, അനിയത്തി കൂടിയാ. ഇവളുണ്ടായിട്ട് 1 വർഷം തികയും മുമ്പ് അമ്മ മരിച്ചു. വൈകാതെ അച്ഛനും. അപ്പം മുതൽ ഏട്ടനല്ല, അച്ഛനാ ഞാൻ ഇവൾക്ക്. ഏതാ ഈ കുട്ടി? മോളുടെ കൂട്ടുകാരിയാ, പോകാനിറങ്ങിയതാ. അപ്പോഴാ നിങ്ങൾ വന്നത്. നീ അകത്തേക്ക് ചെല്ല് ദേവി. രഘുപതിയേക്കാൾ തിരക്ക് നിനക്കായിരുന്നല്ലോ വേണിയെ കാണാൻ. ചെല്ല്. വാ. തിരക്കുള്ള ദിവസമായിരുന്നു ഇന്ന്. കൃഷി ഓഫീസിലെ നല്ല 1-ാം ക്ലാസ് തെങ്ങുംതായി വന്നിട്ടുണ്ട്. രാവിലെ മുതൽ ഞാൻ അവിടെയാ. ഇവര് കൃഷി ഓഫീസിലേക്ക് വരികയായിരുന്നു. സച്ചുവും രഘുപതിയും കൂടെ അച്ചുവിനെ പിക്കാൻ പോയപ്പോ ഞാൻ ഇവരെയും കൊണ്ടിങ്ങി വന്നു. ദേവിക്ക് ക്ഷമയില്ല. എങ്ങോട്ടെങ്കിലും ഒന്ന് ഇറങ്ങിയ ഉടനെ അവിടെ എത്തണം, ഇല്ലെങ്കിൽ ടെൻഷനാ. ഇതിപ്പോ കൃഷ്ണവേണിയെ കാണാനുള്ള തിടുക്കം കൂടി ആയപ്പോ പറയണോ? ഇരിക്കാം. ഫോട്ടോ കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ എന്റെ രഘുപതിക്ക് ചേരും കൃഷ്ണവേണി എന്ന്. എന്റെ തോന്നൽ ഒട്ടും തെറ്റിയിട്ടില്ല. ഇനി ചെറിയേട്ടൻ വന്ന് കണ്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഏട്ടത്തിക്ക് ഇഷ്ടായല്ലോ. രഘുപതിയുടെ മനസ്സ് ശരിക്കറിയാം എനിക്ക്. അവൻ ഇഷ്ടാവും കൃഷ്ണവേണിയെ. ടാക്സി വന്നിട്ടുണ്ട്. കുട്ടി പോണ്ടോ? ഉണ്ട്. കൃഷ്ണേച്ചി ഒന്ന് വന്നേ. ഞാൻ പോവുക. ഈ ചടങ്ങൊന്ന് കഴിഞ്ഞ ശേഷം. വേണ്ട കൃഷ്ണേച്ചി, ഇവിടെ നിൽക്കാൻ പറ്റിയൊരവസ്ഥയിലല്ല ഞാൻ. ഒന്ന് ചിരിക്കാൻ കൂടി പറ്റണില്ല എനിക്ക്. ഞാൻ വരാം. ഒക്കെ ശരിയായ എന്റെ രാമനെയും കൊണ്ട്. ഞാൻ പോവുക. ചടങ്ങൊക്കെ തീരാൻ നിന്ന ഒരുപാട് വൈകും. രഘുപതിയെ കാണണ്ടേ? കാണാം, സമയമുണ്ടല്ലോ ഇനിയും. ശരി. കൃഷ്ണേച്ചി ഇവിടെ നിന്നോളൂ. ഇപ്പൊ പുറത്തേക്ക് വരുന്നത് ശരിയല്ലല്ലോ. ഞാൻ പോയിക്കോളാം. ഒരുപാട് ദൂരമുണ്ടോ ആ കുട്ടിയുടെ വീട്ടിലേക്ക്? ആ, അത് തന്നെ ഞാൻ പറഞ്ഞല്ലോ. ഓഡിറ്ററെ കണ്ടിട്ട് വേണ്ട പോലെ ചെയ്താൽ മതി. ശരി, വരൂ. ആഹാ, പോവുകയോ? കൂട്ടുകാരുടെ ചെറുക്കനെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോയാ പോരെ? അല്ല മാഷേ? ഞാൻ പറഞ്ഞതാ. പോണം, വൈകിയ ശരിയാവില്ല. ഓക്കെ ദെൻ. ശരി. വലിയൊരു ഇല്ലത്തെ കുട്ടിയാ. മോൾക്ക് ഇവളെന്ന് വെച്ച ജീവന. ആ, നല്ല ഐശ്വര്യമുള്ള കുട്ടി. സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം
പെണ്ണിന്റെ അമ്മയുടെ സ്ഥാനം ഇപ്പൊ എനിക്കാ. ചായ എടുത്തു കൊടുക്കുമോളെ. ഇതല്ല, ഇതാണ് രഘുപതി. വർമാജി ചായ. ആ അല്ല, പെണ്ണ് കാണലെന്ന് പറഞ്ഞാ ഇങ്ങനെ നോക്കിയിരിക്കലല്ല, എന്തെങ്കിലും സംസാരിക്കടാ. രണ്ടുപേർക്ക് ഇഷ്ടമായെങ്കിൽ അവരൊറ്റയ്ക്ക് സംസാരിക്കട്ടെ, അതല്ലേ നല്ലത്. എന്താ നീയൊന്നും പറയാത്തത്? അല്ല, അതാ നല്ലത്. ഏത്? വേണി എന്നോട് മറുപടി ഒന്നും പറഞ്ഞില്ല. എന്താ ഞാൻ പറയേണ്ടത്? ഞാൻ പറഞ്ഞില്ലേ, എനിക്കിഷ്ടായി വേണിയെ. തിരിച്ച് വേണിക്ക് ഇഷ്ടമാണോ എന്നെ. എനിക്ക് ഇഷ്ടായാലും തീരുമാനിക്കുന്ന അച്ഛനായിരിക്കും. എങ്കിൽ പിന്നെ ഞാൻ അച്ഛനോട് ചോദിക്കാം. വെറുതെ നിന്ന് സമയം കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്റെ ഇഷ്ടം എന്തായാലും അതേ അച്ഛൻ തീരുമാനിക്കൂ. വേണി തിരിച്ചും മറിച്ചും പറഞ്ഞു. ഇപ്പോ ഇഷ്ടായില്ലെങ്കിൽ അത് മുഖത്ത് നോക്കി പറയണം. അത് ഇഷ്ടമായില്ലെങ്കിലല്ലേ? അപ്പോ ഇപ്പോ കല്യാണമൊന്നും വേണ്ടാന്ന് ചിന്തിച്ചിരുന്നാ ഞാന്. പിന്നെന്താണെന്നറിയില്ല, വേണിയുടെ ഫോട്ടോ കണ്ടപ്പോ വന്ന് കാണണമെന്ന് തോന്നി. കണ്ടപ്പോ കല്യാണം കഴിക്കണമെന്ന് തോന്നി. ആവശ്യമില്ലാത്തോണ്ടാണോ ജോലി വേണ്ടെന്ന് വെച്ചത്? ജോലി ഒരു അത്യാവശ്യമൊന്നും ആയിരുന്നില്ല. പക്ഷേ വേണ്ടെന്ന് വെക്കാൻ അതായിരുന്നില്ല കാര്യം. നിയമം പഠിച്ചു കഴിഞ്ഞപ്പോൾ ശരിക്കും അതൊരു ബാധ്യതയായി. ആരുടെയും ജൂനിയറായിട്ട് പ്രാക്ടീസ് ചെയ്യാനും തോന്നിയില്ല. പിന്നെ കള്ളത്തരം പറഞ്ഞു വാദിയെ പ്രതിയാക്കലാണ് വക്കീലിന്റെ പണിയെന്നറിഞ്ഞപ്പോ മടുത്തു. ഭൂമിയുണ്ട് ആവശ്യത്തിന്, പണിയെടുത്ത പൊന്നുവിളയും മണ്ണില്. കല്യാണം കഴിഞ്ഞാ തനിക്കും വേണമെങ്കിൽ കൂടാം, ജോലിയൊക്കെ രാജിവെച്ചിട്ട്. അല്ലെങ്കിലും തമിഴ്നാട്ടിലെ ചൂടും പൊടിയൊക്കെ ഒരു മടുപ്പാ. ജോലി ആവശ്യമില്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഐ എം റെഡി ടു റിസൈൻ. ഒരുപാട് ഷീൽഡും ട്രോഫിയൊക്കെ ഇരിപ്പുണ്ടല്ലോ. കലാകാരിയാണോ? അയ്യോ, കലാകാരിയൊന്നുമല്ല. പിന്നെ ഫസ്റ്റ് ക്ലാസ്സും ഫസ്റ്റ് റാങ്കും ഒക്കെ ആയിരുന്നു പഠിച്ചെടുത്തൊക്കെ. അങ്ങനെ കിട്ടിയതാ ഇതൊക്കെ. കൊള്ളാം, നന്നായിട്ടുണ്ട്. കണ്ടോ, ഇത്രയും മൊമെന്റോസ് ഇരുന്നിട്ട് ഇത് മാത്രമാണോ ഇഷ്ടപ്പെട്ടത്? എന്റെ സ്വന്തം അല്ലാത്തത് ഇത് മാത്ര. ഇത് എനിക്ക് കിട്ടിയതല്ല, ലച്ചുവിന്റെയാ. ലച്ചുവോ? അതാരാ? ഇതെത്ര സമയായി സംസാരിച്ചു കഴിഞ്ഞില്ലേ ഇതുവരെ? അല്ല, ഞങ്ങൾ വെറുതെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് നിന്നു. എന്നിട്ടെന്തായി? കല്യാണം തീരുമാനിച്ചു രണ്ടുപേരും കൂടെ? ഒരാൾക്കും കൂടി പോരാ സ്ഥലമുണ്ട് വണ്ടിയില്. നീ വാ, സ്വാമി അവിടുന്ന് പോവാൻ തിരക്കൂട്ടുന്നു. വാ. ഉള്ളത് അങ്ങോട്ട് പറയാം. ഇങ്ങനെ ഒരു ബന്ധത്തിനും അപ്പുറത്തുള്ള കാര്യമുണ്ട് ഞങ്ങൾക്ക്. പിന്നെ എന്താച്ചാല് ഓമനക്കുട്ടൻ ഈ വിഷു വിളക്കിന് 43 തികയ്യ. ഇനിയിപ്പോ ഒരു വേളി നടക്കുമെന്ന് ഇരിച്ചില്ല. അപ്പോഴാ ഇങ്ങനെ ഒരു ആലോചന. ആ, ഇളയ കുട്ടിയുടെ പേരെന്താന്നാ പറഞ്ഞേ? സീതാലക്ഷ്മി. എന്ത് പ്രായം വരും? അവക്ക് 22 ആകണേ ഉള്ളൂ. അപ്പോ ഇരട്ടി കൂടുതലാ ഓമനക്കുട്ടന് പ്രായം. അതിലിപ്പോ എന്താ കാര്യം? മൂത്തതിനെ കെട്ടാൻ പോണത് ചെറുബാല്യക്കാരനല്ലയോ? ഹരിക്കുട്ടന് 33 ഉള്ളൂ. അത് മാത്രോ? 8 ചൊവ്വല്ലേ പെണ്ണിന്? കണി കണ്ടാ തന്നെ കാലക്കേടാ. എന്നിട്ടും ഞങ്ങളിത് സമ്മതിച്ചത് ഓമനക്കുട്ടന്റെ വേളുകൂടി അങ്ങ് നടക്കുമല്ലോ എന്ന് കരുതിയിട്ടാ. ഇവിടുത്തെ കുട്ടിയുടെ മാത്രമല്ലല്ലോ, ഹരിക്കുട്ടന്റെ ദോഷയാതോ അല്ലയോ?
ഹായ്, എന്തായി പറയണേ? പാപജാതകം എന്ന് പറയാൻ പറ്റില്ല. ഹരിക്കുട്ടന് ചെറിയൊരു ദോഷം, അതിന് പരിഹാരമുള്ളതാ. അതുപോലാണോ ഇവിടുത്തെ പെണ്ണിന്റെ കാര്യം? പിന്നെ വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങോട്ട് ഒപ്പിക്കാന്നുള്ളതുകൊണ്ട് സമ്മതിച്ചേ ഉള്ളൂ. ആ എന്നാ പിന്നെ പറഞ്ഞിരിക്കാണ്ട് കുട്ടിയെ ഇങ്ങോട്ട് വിളിക്കുക, കാണട്ടെ. ഓ ഡോ, പെണ്ണു വല്ല പൊട്ടിയോ ചട്ടുകാലിയോ ഒക്കെ ആണോ നോക്കണം. ദോഷജാതകം മാത്രമാണോ എന്ന് ആർക്കറിയാം? ഇത് വേണ്ടിയിരുന്നില്ല അച്ഛാ. എന്റെ വേളി നടക്കാൻ വേണ്ടി സീതയ്ക്ക് ഇത്രയും പ്രായമായ ഒരാളെ, കൊച്ചുകുട്ടിയല്ലേ അച്ഛാ അവള്. ഇനിയിപ്പോ അതൊന്നും ആലോചിക്കണ്ട. നേരത്തെ ഒക്കെ പറഞ്ഞ് തീരുമാനിച്ചിരിക്കല്ലേ. ചെല്ല്, അവര് കാണാൻ കാത്തിരിക്കയാ. ചെല്ലുമോളെ. വരൂ. വാ മോളെ. എന്താ പേര്? ഗായത്രി. അത് ആലോചന നടക്കുമ്പോഴേ പറഞ്ഞിരുന്നല്ലയോ? എവിടം വരെ പഠിച്ചു? ഓ, പെൺകുട്ടികൾ പഠിച്ചിട്ട് ഇപ്പൊ എന്താ കാര്യം? എത്ര വയസ്സുണ്ട് ഗായത്രിക്ക്? വയസ്സൊക്കെ 10-28 ആയിട്ടുണ്ടാവും. വേളി നടക്കാണ്ടിരുന്നല്ലയോ? നീ കുട്ടിയെ ഇഷ്ടായെന്ന് പറ. എനിക്കിഷ്ടായി. ആ, എന്നാ ഇനി കുട്ടിയുടെ ഇഷ്ടം പറഞ്ഞോളൂ. കുട്ടിക്ക് അങ്ങനെ വിശേഷിച്ചൊരു ഇഷ്ടം ഉണ്ടാവില്ല. ഒക്കെ ഞങ്ങൾ അങ്ങ് തീരുമാനിക്കും, കുട്ടിയോൾ അനുസരിക്കും. അങ്ങനെയാ ഇവിടുത്തെ വളർത്തിശീലം. അകത്തേക്ക് പൊയ്ക്കോളൂ, ഞങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. എന്നാ പിന്നെ തീയതി അങ്ങോട്ട് നിശ്ചയിക്കാം. എന്താ? വരട്ടെ, ഇളയ കുട്ടി കൂടി വരാനുണ്ടല്ലോ. അതെപ്പോഴാവും വരിക? സീതയുടെ റിസർച്ച് ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. ഇന്നലെ ഇവിടെ എത്തുമെന്ന് വിചാരിച്ചാ ഇന്ന് തന്നെ നിങ്ങളെ വിളിക്കുണ്ടായേ. എന്തായാലും ഇന്ന് ഇവിടെ എത്തും, ആ നിശ്ചയാ. കണ്ടിരുന്നെങ്കിൽ ഇനി ഒരു വരവ് അങ്ങോട്ട് ഒഴിവാക്കായിരുന്നു. പറഞ്ഞ നാവെടുത്തില്ലല്ലോ, ദേ എത്തിയിരിക്കണു. മോള് വരാത്ത എന്തേന്ന് വിഷമിച്ചിരിക്കുകയായിരുന്നു അച്ഛൻ. അകത്തേക്ക് പോവാൻ വരട്ടെ, കാണാനായിട്ട് തന്നെയാ ഞങ്ങള് വന്നിരിക്കണേ. മോളിങ് വന്നേ. അച്ഛനെല്ലാം മോളെ അറിയിച്ചിരുന്നില്ലേ? അത് ചേച്ചിക്ക് ആലോചിച്ച ചെക്കനാ ഹരിക്കുട്ടൻ. ഹരിക്കുട്ടന്റെ ചേട്ടനാ അത്, ഓമനക്കുട്ടൻ. അയാളുമായിട്ട് ആ കുട്ടിക്ക് വേളി നിശ്ചയിക്കാൻ പോണത്.
കുട്ടി എന്താ അങ്ങനെ പൊയ്ക്കളഞ്ഞത്? ഒന്നും സംസാരിച്ചില്ലല്ലോ. ഏയ് അവള് വന്നു കയറിയതല്ലേ ഉള്ളൂ, അതാ. ഇനി ഓമനക്കുട്ടനെ ബോധ്യമായില്ലെന്നുണ്ടോ? അങ്ങനെ അച്ഛാ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം രണ്ടാലോചനകളും. അതൊന്നും വേണ്ട. കുട്ടി അങ്ങനെ മുഷിഞ്ഞു പോയതൊന്നും അല്ല. അതെ, ഇങ്ങോട്ടൊന്ന് വരിക. പിന്നെ കുട്ടിക്ക് ചെറുക്കനോടൊന്ന് സംസാരിക്കണമെന്നുണ്ട്. ഹായ്, അതാ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നതും. വന്ന് സംസാരിക്കട്ടെ. അതല്ല, അവൾ കൊട്ടിക്ക് സംസാരിക്കണമെന്ന്. ഇത് എന്ത് കഥയാ അംബുജം? ഇല്ലത്ത് അതൊക്കെ പാടുണ്ടോ? ഞാൻ പറഞ്ഞു, പക്ഷേ കുട്ടി നിർബന്ധം പിടിക്കണു. അങ്ങനെ അച്ഛാ, ഞാനൊന്ന് ചോദിക്കട്ടെ? ഉം. എന്താ നാരായണ? അല്ല, കുട്ടിക്ക് ഓമനക്കുട്ടനോട് ഒറ്റയ്ക്കൊന്ന് സംസാരിക്കണമെന്നുണ്ട്. ഇതെന്തു കൂത്താ? സംസാരിക്കലൊക്കെ വേളിക്ക് ശേഷം മതി. അതെ, പഠിപ്പുണ്ടായിന്ന് വെച്ച് അത്രയ്ക്ക് പുരോഗമനമൊന്നും വേണ്ട. എന്താ ഓമനക്കുട്ടാ? എനിക്കൊന്ന് സംസാരിക്കണമെന്നുണ്ട്. ഓഹോ, എന്നാ പിന്നെ ആയിക്കോട്ടെ. പരിഷ്കാരം വന്നോണ്ടിരിക്കല്ലേ, ആവാം. എന്നാലും അത് വേണോ? അമ്മ എന്നും ഉണ്ടായിരിക്ക. വരിക. തനിക്കും സംസാരിക്കണോ? വേണ്ട, ഏട്ടക്കല്ലേ ലോട്ടറി അടിച്ചത്. വന്നോളൂ. സംസാരിച്ചോളൂ. എനിക്കും ഒറ്റയ്ക്കൊന്ന് സംസാരിക്കണമെന്നായിരുന്നു താല്പര്യം. സീതാലക്ഷ്മി എന്നല്ലേ പേര്? ഇത്ര ചെറുപ്പമായിരിക്കുമെന്നും സുന്ദരിയായിരിക്കുമെന്നും വിചാരിച്ചില്ല. എന്താ സീതയൊന്നും മിണ്ടണില്ല? എനിക്ക് ഇത്തിരി പ്രായക്കൂടുതലുണ്ട്, അതുകൊണ്ട് വിഷമായോ? ഇല്ല, അതൊന്നുമല്ല എന്റെ വിഷമം. പിന്നെന്താ? എന്താ അച്ഛലും അങ്ങോട്ട് പറയുക, മാർഗം ഉണ്ടാക്കാം. മാർഗം ഉണ്ടാക്കണം. അവിടെ എന്നെ രക്ഷിക്കണം. അപേക്ഷിക്കാനാ ഞാൻ വിളിച്ചത്. എന്താ ഇപ്പൊ ഉണ്ടായേ? ഈ വേളി വേണ്ടെന്ന് വെക്കണം. എന്നെ ഇഷ്ടമായില്ലെന്ന് എല്ലാരോടൊന്ന് പറയണം.